അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമം മഹത്വമെടുക്കട്ടെ. ഇന്ന് ഞാൻ ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്ന ആത്മീയ സന്ദേശം ദൈവിക നീതീകരണം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ നീതീകരണം എന്ന വിഷയം ഒരു സാധാരണ ഒരു വാക്കല്ല, അതൊരു നിയമപരമായ കോടതി വാക്കാണ്. അപ്പം ഞാൻ ഈ ലോകത്തിൻ്റെ കോടതിയുടെ കാര്യമല്ല പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ പറയുന്നേ ഉള്ളൂ. സ്വർഗീയ കോടതിയുടെ ആ ഒരു സംഭവമാണ് ആ നീതീകരണം എന്നുള്ളത്. അത് ഭൂമിയിലും അതുപോലെ തന്നെ നീതീകരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോടതികൾ നിയമപരമായിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കാണ്. അപ്പോൾ എന്താണ് ഈ നീതീകരണം? നീതീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ചെയ്തൊരു വ്യക്തി, ആ കുറ്റം ചെയ്ത വ്യക്തിയെ കുറ്റമില്ലാത്തവനായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യത്തിൻ്റെ പറയുന്ന നാമമാണ്. ആ കാര്യത്തിന് പറയുന്നതാണ് നീതീകരണം, നീതീകരിക്കപ്പെട്ടു എന്ന് പറയുന്നത്. അതിൻ്റെ കുറ്റം വേറൊരാൾ ഏറ്റെടുത്തു, ആ വേറൊരാൾ ഏറ്റെടുത്തിട്ട് ഇയാളെ കുറ്റം ചെയ്തയാളെ വിമുക്തമാക്കുന്ന അല്ലെങ്കിൽ മോചിപ്പിക്കുന്ന ഒരു അതിന് പറയുന്നതാണ് നീതീകരണം എന്ന് പറയുന്നത്, നീതീകരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നീതീകരണത്തെക്കുറിച്ച് സങ്കീർത്തനങ്ങൾ, നമ്മുടെ സങ്കീർത്തന പുസ്തകം, അതായത് ബൈബിളിലെ മധ്യ ഭാഗത്തുള്ള പുസ്തകമായ സങ്കീർത്തന പുസ്തകം 22-ാം അധ്യായം 31-ാം തിരുവചനമാണ്. 22-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ നിന്നാണ് അല്പമായി ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ കാണുന്നത് 22-ാം അധ്യായം 31-ാം തിരുവചനം. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും. തിരുവചനം ഒരിക്കൽ കൂടി വായിക്കുന്നു. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും. ഇതൊരു പ്രവചനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സംഭവം ഇപ്പോൾ ദാവീദാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ രചയിതാവ് ദാവീദാണ്. അദ്ദേഹം ജീവിച്ചിരുന്നത് ഈ സംഭവം നടക്കുന്നതിന് മുൻപേ ഏകദേശം 950-1000 വർഷങ്ങൾക്കിടയ്ക്ക് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ദാവീദ്. അപ്പോൾ ഇത് ഒരു പ്രവചനമാണ്. ഈ പ്രവചനം രണ്ട് ഭാഗങ്ങളായിട്ടാണുള്ളത്. അതായത് ജനത്തോട് അവർ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും. അപ്പം അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതി. അപ്പോൾ അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതും, പിന്നെ അത് രണ്ടാം ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ നീതിയെ വർണ്ണിക്കും, അവൻ്റെ നീതിയെ വർണ്ണിക്കും. ഇത് രണ്ടാം ഭാഗമാണ്. അപ്പോൾ അത് ഈ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഏകദേശം 33.5 വർഷം അല്ലെങ്കിൽ 33.5 വർഷം കഴിഞ്ഞിട്ടാണ് ഈ രണ്ടാമത്തെ കാര്യം നീതിയെ വർണ്ണിക്കുന്നത്. അത് രണ്ട് പ്രവചന ഭാഗം ഇപ്പോൾ നിവൃത്തീകരിച്ച് കഴിഞ്ഞു. ഇനി എന്താണ് ഇത് നീതീകരണം? നമ്മുടെ വിഷയം നീതീകരണമായതുകൊണ്ട് ആ നീതീകരണം മാത്രം എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ടൈമിൻ്റെ ഒരു വിഷയമുണ്ട്. അപ്പം 30 മിനിറ്റാണ് ഈ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് അതിനുള്ളിൽ നിൽക്കണമല്ലോ. അപ്പോൾ നീതീകരണം എന്നുള്ള വിഷയം. ഇപ്പോൾ അവർ വന്ന്, അതായത് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിപ്പാനുള്ള ജനത്തോട്, അതായത് കൃപായുഗത്തിലാണ്. ഈ സംഭവം നടക്കുന്നത് ന്യായപ്രമാണ യുഗത്തിലാണ്. ഈ പ്രവചനം നടക്കുന്നത് ന്യായപ്രമാണ യുഗത്തിലാണ്. ഇപ്പോൾ നിലവിൽ ക്രിസ്തുയേശുവിന് ശേഷം, ഇപ്പോൾ എന്നുള്ള ക്രിസ്തുയേശുവിൻ്റെ മരണശേഷം കൃപായുഗമാണ്. യോഹന്നാൻ വരെയായിരുന്നു ന്യായപ്രമാണ യുഗം. യോഹന്നാൻ കഴിഞ്ഞിട്ട് ക്രിസ്തുയേശു മുതൽ കൃപായുഗമാണ്. അപ്പോൾ അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്നറിയാം. അപ്പോൾ ആ പ്രവചനം നിവൃത്തിയായി. കാര്യം അവർ വന്ന് നിവർത്തിച്ചിരിക്കുന്നു പറയും. അപ്പോൾ അവൻ നിവർത്തിച്ചിരിക്കുന്നു. അപ്പം നിവർത്തിച്ചിരിക്കുന്നു, എന്താണ് നിവർത്തിച്ചിരിക്കുന്നത്? അവൻ്റെ നീതി, അതായത് ദൈവത്തിൻ്റെ നീതി നിവർത്തിച്ചിരിക്കുന്നു എന്നാണ് ആ വിഷയം. ദൈവത്തിൻ്റെ നീതി പരിപൂർണമായി നിവർത്തിച്ചിരിക്കുന്നു. അതാണ് കർത്താവ് യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപേ കാൽവരി ക്രൂശിൽ 6 മണിക്കൂർ ക്രൂശിൽ തൂങ്ങിക്കിടന്നതിന് ശേഷം തൻ്റെ 7 തിരുവായ്മൊഴികളുണ്ട്. ക്രൂശിൽ കിടന്ന് പറഞ്ഞ 7 തിരുവായ്മൊഴികളുണ്ട്. അതിലെ അവസാനത്തെ വാക്ക് ഇതാണ്: പിതാവേ, ഞാൻ എൻ്റെ സകലവും നിവൃത്തിയായി. 6ാമത്തെ വാക്ക്. പിന്നെ പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങേ തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു എന്നുള്ളത് 7ാമത്തെ വാക്ക്. അപ്പോൾ 6ാമത്തെ വാക്കെന്ന് പറഞ്ഞാൽ സകലവും നിവൃത്തിയായി, ടെസ്റ്റ്ലെസ്റ്റായി എന്നാണ് പറയുന്നത്. അപ്പം
നിവൃത്തീകരിച്ചു. ഇവിടെ പറയുന്ന അവൻ നിവൃത്തീകരിച്ചിരിക്കുന്ന അവൻ്റെ നീതിയെ വർണ്ണിക്കും. അപ്പം നീതിയെ വർണ്ണിക്കുന്നത് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ശിഷ്യന്മാരാണ്. അപ്പസ്തോലന്മാരും അത് കഴിഞ്ഞ് വന്ന ശിഷ്യന്മാരുമാണ് അവൻ്റെ നീതിയെ വർണ്ണിക്കുന്നത്. അപ്പം അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം അവിടെ പഠിക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള എല്ലാ പഴയ നിയമ പുസ്തകങ്ങളിലും പുതിയ നിയമ പുസ്തകങ്ങളിലും പഴയ നിയമ പുസ്തകങ്ങളിലുള്ള എല്ലാ പ്രവചനങ്ങളും യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിലും ജീവിതത്തോടുള്ള ബന്ധത്തിലും മരണത്തോടുള്ള ബന്ധത്തിലും എല്ലാ പ്രവചനങ്ങളും അക്ഷരം പ്രതി പുള്ളി തെറ്റാതെ നിവൃത്തീകരിച്ച് കഴിഞ്ഞു. അത് നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോഴത്തേക്ക് അത് കാണാൻ കഴിയും. ഒന്നുപോലും ഈ ജനനം, ജീവിതം, സ്വർഗരാജ്യത്തിൻ്റെ സന്ദേശ ശുശ്രൂഷ, ക്രൂശീകരണം, അതായത് പീഡാനുഭവം, ക്രൂശീകരണം, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, പുനരുത്ഥാനം, ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥ, വീണ്ടും വരുന്ന അവസ്ഥ നിവൃത്തീകരിച്ചിട്ടില്ല. സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ നിവൃത്തീകരിച്ചിരിക്കുക. അത്രയും പ്രവചനങ്ങൾ അക്ഷരം പ്രതി നിവൃത്തീകരിച്ചിരിക്കുക. അപ്പോൾ നമുക്കിനി യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് പോകാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. അവിടെ പറയുന്ന ഇതാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഉണ്ടോ. അപ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട്, അവൻ ദൈവത്തോടു കൂടി. അപ്പോൾ ആ ദൈവം തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു എന്നുള്ളത്. ദൈവം തന്നെയാണ്. കാര്യം മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ, ദൈവിക നീതിക്ക് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ പാപമില്ലാത്തൊരു വ്യക്തി ഉള്ളതെന്ന് പറഞ്ഞാൽ ദൈവം മാത്രമാണ്. അപ്പോൾ ആ ദൈവം തന്നെ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനായിട്ട് അവതരിച്ച ആളുടെ പേരാണ് യേശു എന്നുള്ളത്. അപ്പോൾ യേശുവാണ്, ആ യേശുക്രിസ്തുവാണ് അവൻ വന്ന് ഈ കാര്യം നിവർത്തിച്ചിരുന്നു, ആ നീതിയെ നിവർത്തിച്ചിരിക്കുന്നു. ഇനി നീതീകരണം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നീതീകരണം എന്നുള്ളത് ഇത് നമ്മൾക്ക് പരിപൂർണമായിട്ടും വിശ്വസിക്കുവാൻ യോഗ്യമായ വചനമാണ്. കാര്യം ചരിത്രം സാക്ഷീകരിച്ചിരിക്കുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനവും ജനനത്തിന് ശേഷമുള്ള കാര്യങ്ങളും ഇത് വിശുദ്ധ വേദ പുസ്തകം തന്നെ. ബൈബിളെന്ന് പറയുന്നത് ചരിത്രമാണ്, ലോക ചരിത്രമാണ്. ഒരു മാറ്റമില്ലാത്ത, സത്യസന്ധമായ, കളങ്കമില്ലാത്ത ലോക ചരിത്രമാണ് വിശുദ്ധ വേദ പുസ്തകം എന്നുള്ളത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാനായിട്ട് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ എന്ന് പറഞ്ഞാൽ BC എന്നും AD എന്നും രണ്ടായിട്ട് ചരിത്രത്തെ വിഭാഗിച്ച സംഭവമാണ്. അപ്പം നമ്മൾ ഈ വചനം പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. കാര്യം ഇത് ദൈവത്തിൻ്റെതാണ്. സ്വർഗരാജ്യത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അതിന് മാറ്റമില്ല. അതിൻ്റെ പുള്ളിയോ ഒന്നും നീങ്ങിപ്പോകത്തില്ല. നമ്മുടെ ഈ ഭൂമിയിലെ കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരും, പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിന് ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. അപ്പം നമ്മളത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഇത് വിശ്വസിക്കാൻ യോഗ്യമായ ഏക സത്യവചനമാണ്. അപ്പോൾ അത് നമ്മൾ വിശ്വസിക്കുക. അപ്പോൾ ഈ നീതീകരണം നമ്മൾ ആ വിഷയങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ സമയം പോകുന്നതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ അതിൻ്റെ ഇങ്ങോട്ട് പോകുന്ന എങ്ങനെ തിരിച്ചു മടങ്ങി വരുന്നു. അപ്പം ഈ കുറ്റവും, അതായത് പാപത്തിൻ്റെ ശമ്പളം മരണം എത്രയെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ നീതിക്ക് ദൈവം പാപത്തിന് കൊടുക്കുന്ന ശിക്ഷ ഏറ്റവും ഉന്നതമായ മരണശിക്ഷ കൊടുക്കുന്നത്. അതാണ് ദൈവം വിധിച്ചിരിക്കുന്നത്. അപ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണം. അപ്പോൾ ഈ മരണത്തിൽ നിന്ന്, പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്നും അവനെ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചവനായ മനുഷ്യനെ ആ പാപം പോക്കി, അഥവാ പാപം ക്ഷമിച്ച് അവനെ വീണ്ടും തൻ്റെ പുത്രിയായിട്ട് സ്വീകരിക്കുന്ന ആ നടപടിയാണ് നീതീകരണം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് പാപമില്ലാത്ത ദൈവം തന്നെ ഈ ഭൂമിയിൽ അവതരിച്ച് പാപത്തിൻ്റെ ശമ്പളമായ കുറ്റത്തെയും ശിക്ഷയെയും ഏറ്റെടുത്ത് മരണം വരിച്ചത്. തൻ്റെ ജീവനും രക്തവും കൊടുത്തിട്ടാണ് ഈ പാപപരിഹാരം ദൈവം നടത്തിയത്. ആ ജീവനാലും രക്തത്താലും മാത്രമേ മനുഷ്യവർഗത്തിന് നിത്യജീവൻ ലഭിക്കത്തുള്ളൂ. മറ്റൊരു മാർഗവുമില്ല. ഈ ഭൂമിയിൽ മറ്റൊരു മാർഗവുമില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഗെത്സമന തോട്ടത്തിൽ വെച്ച് യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുണ്ട്.
അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ, പിതാവിൻ്റെ സന്നിധിയിൽ എന്തെങ്കിലും ഒരു മാർഗം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, മോചിപ്പിക്കുന്നതിന് വേണ്ടി, അവൻ്റെ കുറ്റമായ അവൻ ചെയ്ത പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് അവനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, അവനെ മോചിപ്പിക്കുവാൻ പിതാവിൻ്റെ പക്കൽ എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ പുത്രനെ ഉപേക്ഷിച്ച് കളയത്തില്ലായിരുന്നു. മനസ്സിലായില്ലേ? തൻ്റെ പ്രിയപുത്രനെ ഉപേക്ഷിച്ചു. അപ്പം മറ്റൊരു മാർഗവും ദൈവത്തിൻ്റെ മുമ്പില്ല. അതുകൊണ്ടാണ് ആ പ്രാർത്ഥന അവിടെ വെച്ച് ചെയ്ത്, ആ പ്രാർത്ഥനയ്ക്ക് മുൻപാകെ ദൈവ കർത്താവ് വന്നത് തന്നെ ഇതിനു വേണ്ടിയാണ്. മരിക്കാൻ വേണ്ടി ജനിച്ച ഏക വ്യക്തിയേ ഉള്ളൂ. അതുപോലെ രാജാവായി ജനിച്ച ഏക വ്യക്തിയേ ഉള്ളൂ, യേശു ക്രിസ്തുവാണ്. രാജാവായി ജനിച്ച ഏക വ്യക്തിയേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. മരിക്കാൻ വേണ്ടി, അനേകർക്ക് വേണ്ടി, തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യവർഗത്തിന് വേണ്ടി മരിക്കാൻ വേണ്ടി, യാഗമായി തീരുവാൻ വേണ്ടി ജനിച്ച ഏക വ്യക്തിയേ ഉള്ളത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ ഇത് വിശ്വാസയോഗ്യമായ വചനമാണ്. അപ്പം നമ്മളത് പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കുക, ഏറ്റെടുക്കുക, ഹൃദയത്തിൽ സ്വീകരിക്കുക. നമ്മൾ ഈ കാര്യം വിശ്വസിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിത്യതയാണ് കിട്ടുന്നത്. കാര്യം ഈ കാര്യം നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാപത്തിൻ്റെ ശമ്പളമായ മരണം നീങ്ങിപ്പോയിട്ട് നമുക്ക് ജീവൻ ലഭിക്കും. ജീവൻ ലഭിക്കുമ്പോഴേക്ക്, അതായത് ജീവനെന്ന് വെച്ചാൽ ആത്മാവിലാണ് നമുക്ക് ജീവൻ ലഭിക്കും. നമ്മുടെ ആത്മാവ് ജീവൻ പ്രാപിക്കും. പിന്നെ അപ്പോൾ തന്നെ നമുക്ക് പാപത്തിൻ്റെ പരിണതഫലമായി നമുക്ക് നഷ്ടപ്പെട്ട തേജസ്സിൻ്റെ വസ്ത്രവും നമുക്ക് തിരിച്ചു കിട്ടും. ഇതുകൂടാതെ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നതിന് വേണ്ടി ജീവപുസ്തകത്തിൽ നമ്മുടെ പേരെഴുതപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ വിശ്വസിക്കുമ്പോൾ ജീവപുസ്തകത്തിൽ നമ്മുടെ പേരെഴുതിയിട്ട് നമുക്ക് നിത്യജീവൻ അവകാശവും കിട്ടും. സ്വർഗരാജ്യം, കർത്താവായ യേശുക്രിസ്തു വന്നത് തൻ്റെ രാജ്യമായ സ്വർഗരാജ്യത്തിൽ നിന്നാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ ആ രാജ്യത്തിൽ പൗരത്വവും നമുക്ക് കിട്ടും. ഈ വചനപ്രകാരം നമ്മൾ ഈ കാര്യം വിശ്വസിച്ച് നമ്മുടെ ഹൃദയത്തിൽ അത് ഏറ്റെടുത്ത് അതിനം കൊണ്ട് ഏറ്റുപറയും ഈ വചനപ്രകാരം നമ്മൾ തുടർന്നുള്ള ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ, വിശുദ്ധനായി ജീവിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇതാണ് നീതീകരണം. ഇതാണ് ദൈവത്തിൻ്റെ നീതീകരണത്താൽ, ദൈവത്തിൻ്റെ കൃപയാൽ, നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ലഭിക്കുന്നതാണിത്. അപ്പോൾ ഈ നീതിമാൻ, ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, നീതിമാൻ ആരുമില്ല, ഒരുവൻ പോലുമില്ല, സകലരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവും യോഹന്നാനും വഴികാട്ടിയായ യോഹന്നാനും കർത്താവായ യേശുക്രിസ്തുവും ഭൂമിയിലേക്ക് വന്നപ്പോഴത്തേക്ക് പറഞ്ഞ മാനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞത്. അവരാദ്യമായിട്ടുള്ള അവരുടെ പ്രസംഗ വിഷയം അതായിരുന്നു, മാനസാന്തരപ്പെടുവിൻ. അതായത് മാനസാന്തരപ്പെടാതെ ദൈവരാജ്യത്തിലേക്ക് കടക്കുവാൻ ആർക്കും കഴിയത്തില്ല. കാര്യം സകല മനുഷ്യനും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അപ്പോൾ ഈ തേജസ് ജീവനും തിരികെ പ്രാപിക്കാത്ത ഒരു വ്യക്തിക്കും ദൈവരാജ്യത്തിൽ കടക്കുവാനായിട്ട് കഴിയത്തില്ല. ഈ തേജസ്സും ജീവനും തിരികെ പ്രാപിക്കുവാനായിട്ട് മനുഷ്യന് മാനസാന്തരം ആവശ്യമാണ്. മനുഷ്യൻ മാനസാന്തരപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവം നൽകിയിരിക്കുന്ന വചനത്താൽ മാത്രമേ, ദൈവത്തിൻ്റെ വചനത്താലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി, അതായത് വചനം കേൾക്കുമ്പോൾ, സത്യവേദ പുസ്തകം, സത്യവചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവൻ ഈ പാപിയായ മനുഷ്യന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവനെ ബോധ്യപ്പെടുത്തിയിട്ട് അവനെ പശ്ചാത്താപവും അനുതാപവും കൊടുക്കും. പാപബോധവും പശ്ചാത്താപവും അനുതാപവും ഏറ്റുപറച്ചിലും തീരുമാനം എടുക്കുവാനുള്ള ആ ഒരു മനസ്സും അവന് കൊടുക്കും. അതാണ് മാനസാന്തരം. അതായത് മനസ്സിന് വരുന്ന അന്തരം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മനസ്സിന് വരുന്ന അന്തരം യൂട്ടേൺ തിരികെ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പാതയിൽ നിന്ന് യൂട്ടേൺ തിരിഞ്ഞ് മടങ്ങി ദൈവത്തിലേക്ക് വരും. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെ പറയുന്നത്, ഒരു നീതിമാൻ ഒരുവൻ പോലുമില്ല, സകലരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായിട്ട്. അപ്പം ആ പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായിട്ടാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ യാത്രയിൽ നമ്മൾ മടങ്ങി വന്നിട്ട് ദൈവിക ജീവനിലേക്കും ദൈവിക തേജസ്സിലേക്കും ദൈവാത്മാവിൻ്റെ നടത്തിപ്പിലേക്കും നമ്മൾ മടങ്ങി വന്ന് തിരിഞ്ഞു വരുന്നവരാണ്, യൂട്ടേണാണ്. അതിനാണ് പറയുന്നത് മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പം അതാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. അതാണ് തൻ്റെ ആദ്യത്തെ താൻ ആദ്യമായിട്ട് തിരുവായി മൊഴിയുന്നത്, ആദ്യത്തെ ആ ഒരു സന്ദേശം അതാണ്. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ വിഷയം മാനസാന്തരമാണ്. അപ്പം അവിടെ നമ്മളത് ഓർക്കുക, മാനസാന്തരപ്പെടാതെ ഒരിക്കലും ദൈവരാജ്യത്തിൽ നമുക്ക് കടക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ
രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ തിരുവചനം കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്നതാണ്. തിരുവചനം ബൈബിളിൽ നിന്ന് തന്നെ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്നതാണ്. പക്ഷേ ഈ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, ആ പ്രസംഗം തിരുവചനം നമ്മൾ കേൾക്കുമ്പോൾ, സത്യവചനം നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് ആ സത്യവചനം കേൾക്കാനുള്ള താല്പര്യമോ ആഗ്രഹമോ കൊണ്ട് കാര്യമില്ല. ആ സത്യവചനത്തോട്, ആ തിരുവചനത്തോട്, ദൈവത്തിൻ്റെ ശബ്ദത്തോട് നാം എപ്രകാരമാണ് പ്രതികരിക്കുന്നത്, ആ പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. കാര്യം ദൈവം നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന ആളല്ല. നമ്മുടെ തീരുമാനങ്ങളിൽ മാത്രമേ ദൈവം ഇടപെടത്തുള്ളൂ. നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഒരിക്കലും ദൈവം ഇടപെടും. നമ്മളെ ചിന്തിക്കുവാനും തീരുമാനമെടുക്കുവാനുമുള്ള കഴിവോടും ശക്തിയോടും ജ്ഞാനത്തോടും വിവേകത്തോടും കൂടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ദൈവം ഇടപെടത്തില്ല. നമ്മളെടുക്കുന്ന തീരുമാനത്തിന്മേൽ ദൈവം ഇടപെടും. പക്ഷേ നമ്മുടെ വ്യക്തി തീരുമാനം എടുപ്പിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കും. പക്ഷേ പ്രേരിപ്പിക്കുമെങ്കിലും ഇടപെടത്തില്ല. തീരുമാനമെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആ തീരുമാനം, നമ്മൾ ആ എടുക്കുന്ന ദൈവവചനം കേൾക്കുമ്പോൾ എടുക്കുന്ന തീരുമാനം എന്താണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവിക പ്രവൃത്തി നമ്മിൽ ഓരോരുത്തരിലും വെളിപ്പെടുന്നത്. പിന്നെ എന്താണ് തീരുമാനിച്ചത്, നമ്മൾ ഈ ദൈവത്തിൽ ഈ പോസിറ്റീവായിട്ടാണ് നമ്മൾ ദൈവവചനത്തോട് നമ്മൾ റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ദൈവം പോസിറ്റീവായിട്ട് ഇടപെടും. അതല്ല നമ്മൾ നെഗറ്റീവായിട്ടാണ് നമ്മൾ ദൈവവചനത്തോട് ഇടപെടുന്നതെങ്കിൽ ദൈവം നെഗറ്റീവായിട്ടും നമ്മൾ അത് രണ്ട് വഴിയാണ്. നമ്മളിപ്പം ഇത് സ്വീകരിച്ചാൽ, ദൈവവചനം സ്വീകരിച്ചാൽ നമുക്ക് നിത്യജീവനും, ദൈവവചനം നമ്മൾ സുവിശേഷം, നമ്മൾ സദ്വാർത്ത നമ്മൾ നിഷേധിച്ചാൽ നിത്യനരകവും. ഇതാണ് ദൈവത്തിൻ്റെ ദൈവം വെച്ചിരിക്കുന്ന രണ്ട് വഴി. ഇന്ന് മനുഷ്യവർഗത്തിൻ്റെ മുൻപാകെ വെച്ചിരിക്കുന്ന രണ്ട് വഴികൾ ഇതാണ്. ദൈവവചനം തൻ്റെ രാജ്യത്തിൽ എന്നേക്ക് സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന തൻ്റെ വചനം ഈ ഭൂമിയിൽ സമ്പൂർണ്ണമായി നൽകപ്പെട്ടിരിക്കുന്നു. അതാണ് വിശുദ്ധ വേദ പുസ്തകം, വിശുദ്ധ ബൈബിള്. ആ വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അതിന് പോസിറ്റീവായിട്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യവും, നമ്മൾ നെഗറ്റീവായിട്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ നരകരാജ്യവും നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. ഇത് രണ്ടും നിത്യതയാണ്. നിത്യതയെന്ന് പറഞ്ഞാൽ അവിടെ ഈ രണ്ടടുത്ത് ഇരിക്കും, പിന്നെ അതിന് അവസാനമില്ല. ഈ രണ്ടടുത്ത് പ്രവേശിച്ചാലും അതിന് അവസാനമില്ല. അത് നിത്യതയാണ്. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ കേൾക്കുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യം അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. കുറേ കേട്ടത് കൊണ്ട് അറിവ് ചീർപ്പിക്കുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നതാണ്. അറിവ് ചീർപ്പിക്കുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ കൂടുതൽ അറിവ് ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ ആ അറിവിനെ പ്രായോഗിക തലത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ നമുക്കതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ഈ ശുദ്ധീകരണം, അപ്പോൾ നമ്മളിങ്ങനെ ദൈവത്തിൻ്റെ വചനം ഈ കേൾക്കുമ്പോഴത്തേക്ക് ഇതെങ്ങനെയാണ് നമുക്ക് ഈ പാപത്തിൻ്റെ നമ്മുടെ കറ, നമ്മുടെ ഇപ്പം കർത്താവിൻ്റെ വചനത്തിൽ പറയുന്ന, യെശയ്യാപ്രവചനത്തിൽ പറയുന്നത്, നിൻ്റെ നീതി പ്രവർത്തികൾ എൻ്റെ മുൻപിൽ കറ പുരണ്ട അങ്കി പോലെയെന്ന്. ഇപ്പം നമ്മൾ നല്ല മനുഷ്യർക്ക്, ഇപ്പം നമ്മൾ നീതി ചെയ്ത് നന്മ ചെയ്ത് മറ്റുള്ള മനുഷ്യർക്കെല്ലാം ഉപകാരം ചെയ്ത് വളരെയേറെ നല്ല രീതിയിൽ, അതായത് ഒരു രീതിയിലും നല്ല സാക്ഷ്യമുള്ളവരായിട്ട് ജീവിക്കുന്ന മനുഷ്യർ, അവർ നീതിമാന്മാർ എന്ന് പറയും. അപ്പം മനുഷ്യൻ്റെ കണ്ണിൽ നീതിമാന്മാരായിട്ട് ജീവിക്കുന്നവർ. അപ്പോൾ അവരെക്കുറിച്ച് ദൈവം പറയുന്നത്, മറ്റേ പാപികളെന്ന് വെച്ചാൽ അവർ പാപം ചെയ്ത് ദുഷ്ടത ചെയ്ത് മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്ത് ചതി വഞ്ചന വക്രതയൊക്കെ ചെയ്ത് ജീവിക്കുന്നു, അവർ ദുഷ്ടർ എന്ന് വെച്ചു. പക്ഷേ മറ്റുള്ള നീതിമാന്മാരെക്കുറിച്ച് അപ്പോൾ അതിലെ പറയണം, നിൻ്റെ നീതി പ്രവർത്തികൾ, ഒരു മനുഷ്യൻ്റെ നീതി പ്രവർത്തികൾ ദൈവത്തിൻ്റെ മുമ്പിൽ കറ പുരണ്ട അങ്കി പോലെയാണ്. അപ്പം നമുക്ക് ഈ നീതി പ്രവർത്തികൾ കഴുകിക്കളയാനായിട്ട് നമുക്ക് ഇപ്പം സാധാരണ കറ വന്നു കഴിഞ്ഞാൽ സാധാരണ വാഷിംഗ് സാധനങ്ങൾ കൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ അത് പോകത്തില്ല. അതിന് ഓരോ കറയ്ക്കും ഓരോ വാഷിംഗ് ഐറ്റംസ് ഉണ്ട്, ഈ മെറ്റീരിയൽസ് ഉണ്ട്. അത് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ആ കറ പോകത്തുള്ളൂ. അപ്പം നമ്മുടെ ഈ പാപത്തിൻ്റെ കറ, അതായത് ജന്മപാപവും കർമ്മപാപവും മൂലം നാം ചെയ്ത പാപത്തിൻ്റെ കറകൾ നീക്കുവാനായിട്ട് ഒരൊറ്റ മാർഗമേ ഉള്ളൂ. കർത്താവ് ദൈവത്തിൻ്റെ രക്തത്താൽ ദൈവത്തിൻ്റെ രക്തത്തിൻ്റെ ശുദ്ധീകരണം നാം ഏറ്റെടുക്കുക. 2000 വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമുക്ക് പകരക്കാരനായി ദൈവിക നീതി പ്രകാരം യാഗമായി തീർന്ന അവസാനത്തുള്ള രക്തം വരെയും ചിന്തിയ